വരാനിരിക്കുന്ന KW അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ കുറച്ച് പോർഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിലെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കാം. എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ പ്രസ്സിലായിരിക്കാം, മോഷനിലായിരിക്കാം, ഏതിലായാലും ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മെയിൻലി 3 ബ്രാഞ്ചസ് ആണുള്ളത്: ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റ് കണ്ടീഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ അതിന് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പ്രഷറോ സെൻറ്റർ ഓഫ് പ്രഷറോ ഒക്കെ പറയാവുന്നതാണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിന് അവിടെ മോഷൻ സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ ആ മോഷന് കാരണമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. വെലോസിറ്റി, ഡിസ്ചാർജ്, ആക്സിലറേഷൻ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിൻ്റെ മോഷൻ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ആ മോഷന് കാരണമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മുടെ ബെർണോളിയസ് തിയറം പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി മെയിനായിട്ടുള്ള ചാപ്റ്ററിലോട്ട് കിടക്കുവാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിലെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. നമ്മളിത് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റോ ആണ്. ഇനി എന്താണ് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഫ്ലൂയിഡിൻ്റെ മാസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മാസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് പെർ യൂണിറ്റ് വോളിയമാണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ യൂണിറ്റ്. SI യൂണിറ്റ് എന്താണ്, അതുപോലെ CGS യൂണിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ M എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് M എന്ന് പറയുമ്പോൾ കിലോഗ്രാം അല്ലേ വരുന്നത്? കിലോഗ്രാം. വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തന്നെ പറയാം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് ഏത് ആണ്? SI ആണോ CGS ആണോ എന്ന് ചോദിച്ചാൽ SI യൂണിറ്റ് ആണ്. ഗ്രാം പെർ CC ആണ് CGS യൂണിറ്റ്. ഗ്രാം പെർ CC എന്നുള്ളത് CGSും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് SI യൂണിറ്റുമാണ്. ഇനി വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് അറിയണം. വാട്ടറിൻ്റെ ഡെൻസിറ്റി അറിയേണ്ട കാര്യമാണ്. റോ W = 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻ SI യൂണിറ്റിലാണ്. 1 ഗ്രാം പെർ CC എന്ന് പറയുന്നത് CGSലോ ആണ് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വാട്ടറാണ്. സ്റ്റാൻഡേർഡ് ഗ്യാസ് എയർ ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഗ്യാസ് ആയിട്ടുള്ള എയറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയണം. അപ്പോൾ റോ A = 1.24 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എയറിൻ്റെ ഡെൻസിറ്റി. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ W ആണ്. നേരത്തെ നമ്മൾ വെയ്റ്റ് മാസ് പറഞ്ഞുവെങ്കിൽ അവിടെ വെയ്റ്റിൻ്റെ പോർഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇതെന്താവും? വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയ്റ്റ് ആവും. വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയമാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ W = W/V എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെയ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതുപോലെ വോളിയം മീറ്റർ ക്യൂബ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. എന്തിലാണ്? SIയിലാണ്, SI യൂണിറ്റ്. അതുപോലെ തന്നെ CGSൽ പറയുമ്പോൾ ഡൈൻ പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് പറയുന്നത്. CGS. SI ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബും CGS ഡൈൻ പെർ സെൻറ്റിമീറ്റർ ക്യൂബുമാണ് വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. 10⁵ ഡൈൻ എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടൺ ആണ്? 1 ന്യൂട്ടൺ. 10⁵ ഡൈൻ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ആണ്. ഇനി ഈ പറഞ്ഞ മാസ് ഡെൻസിറ്റിയും സ്പെസിഫിക് വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റിയും തമ്മിലൊരു റിലേഷനുണ്ട്. ആ റിലേഷൻ കൂടെ നോക്കാം. റിലേഷൻഷിപ്പ് ഓഫ് വെയ്റ്റ് ആൻഡ് മാസ്. ഇനിയിപ്പോൾ സ്പെസിഫിക് വെയ്റ്റ് നോക്കാം. സ്പെസിഫിക് വെയ്റ്റ് നമ്മൾ എഴുതിയായിരുന്നു സ്മോൾ W = W/V. ഇനി W വെയ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയ്റ്റ് എന്ന് പറയുന്നത്. V അതുപോലെ എഴുതാം. ഇനി ഈ ഒരു ടേമിൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ് എന്ത്? മാസ് ഡെൻസിറ്റി. M/V അല്ലേ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്? മാസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ M/V നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റോ ഇൻറ്റു G എന്നുള്ള ടേമിൽ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്മോൾ W = ρ × G. ഇതാണ് റിലേഷൻഷിപ്പ്.
അതുപോലെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ കൂടെ അറിഞ്ഞിരിക്കണം. 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇതാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പെസിഫിക് വോളിയമാണ്. സ്പെസിഫിക് വോളിയം പൊതുവേ നമ്മൾ ഗ്യാസസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം പെർ യൂണിറ്റ് മാസിനാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. വെച്ചാൽ മാസ് ഡെൻസിറ്റീൻ്റെ നേരെ റിവേഴ്സ് എടുത്താൽ മതി സ്പെസിഫിക് വോളിയം ആവും. സ്പെസിഫിക് വോളിയം ഈസ് ഈക്വൽ ടു വോളിയം ബൈ മാസ്. നമ്മൾ ആദ്യം പറഞ്ഞ മാസ് ഡെൻസിറ്റിയിൽ മാസ് ബൈ വോളിയം ആയിരുന്നു. ഈ സ്പെസിഫിക് വോളിയത്തിൽ വോളിയം ബൈ മാസ് ആണ് വരുന്നത്. ഇനി യൂണിറ്റ് വരുമ്പോഴും അറിയാമല്ലോ, നേരത്തെ തന്നെ തിരിച്ചായിരിക്കും വരുന്നത്. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം, അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് SI യൂണിറ്റ് ആണ്. ദെൻ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ ഗ്രാം. SI യൂണിറ്റും CGS യൂണിറ്റും ആണ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ S ആണ്. എല്ലാ ടെസ്റ്റിലും S തന്നെ ആയിരിക്കണമെന്നില്ല. അതുപോലെ GTയിൽ പഠിച്ചപ്പോൾ നമ്മൾ S ഇട്ടല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡിൽ പഠിക്കുന്ന സമയത്ത് S ആണ് നോട്ട് ചെയ്യുന്നത്. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കാം. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അത് തന്നെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്. ഈ സ്റ്റാൻഡേർഡ് ലിക്വിഡ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, എന്താണ്, വാട്ടറാണ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഗ്യാസ് ചോദിച്ചാൽ അത് എയറാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റിയുടെ ടേമിൽ മാത്രമല്ല നമ്മൾ പറയുന്നത്, സ്പെസിഫിക് വെയ്റ്റിൻ്റെ ടേമിലും നമുക്ക് പറയാൻ പറ്റും. സ്പെസിഫിക് വെയ്റ്റിൻ്റെ ടേമിൽ പറഞ്ഞാൽ ഡെൻസിറ്റി മാറ്റിയിട്ട് സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു സ്പെസിഫിക് വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നേരെ എന്ത് കിട്ടും, നമുക്ക് സ്പെസിഫിക് വെയ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അത് ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. ഇറ്റ് ഈസ് എ ഡയമെൻഷനൽ ലെസ് പ്രോപ്പർട്ടി. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി നോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മ്യൂ. വിസ്കോസിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സിമ്പിളായിട്ട് പറയാനെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്സ് എടുക്കുന്നു. ആ വാട്ടർ ഡ്രോപ്സിനെ നമ്മൾ ലെയറായിട്ട് എടുക്കുവാണെങ്കിൽ ഓരോ ലെയർ കാണുമല്ലോ, നമ്മളിപ്പോൾ ലെയറായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലെയറിലുള്ള വെലോസിറ്റി ആയിരിക്കില്ല അടുത്ത ലെയറിലുള്ളത്. അങ്ങനെ ഓരോ ലെയേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വെലോസിറ്റി വരുന്നത്. അപ്പോൾ രണ്ട് ലെയേഴ്സിനിടയിൽ അവിടെ ഒരു ഷിയർ ഫോം ചെയ്യും. ആ ഷിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയാനാണ് ഒരു വിത്ത് ഫിഗർ വെച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതൊരു സർഫസ് ആണ്, ഇതൊരു വാട്ടർ ഡ്രോപ്സ് ആണ്. വാട്ടർ ഡ്രോപ്സിലെ ലെയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് U ആയിട്ടാണ് എടുത്തത്, U. രണ്ടാമത്തേത് U + du. ഈ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ dy ആയിട്ടാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy ആയിരിക്കും. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ആണ്. ടോ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy. ഇനി ഈ du/dy എന്ന് പറയുന്നതിനൊരു പേരുണ്ട്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇതിനെ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. ഒരു പേര് മാത്രമല്ല, വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയും, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നും റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്നൊക്കെ പറയാറുണ്ട്. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഓക്കെ ആയില്ലേ? വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വേറെ പേരാണ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ. യൂണിറ്റ്സ് നോക്കാം. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് SI യൂണിറ്റിൽ വരുന്നത്. അതുപോലെ ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് CGSൽ വരുന്നത്. ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞായിരുന്നു ടോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ഈ മ്യൂ എന്താണെന്ന് ചോദിച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, അതല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്നോ അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നോ പറയാം. അപ്പോൾ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി, അതും അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് പറയാം. ഇനി ഇതിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. SI ആണെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, CGS ആണെങ്കിൽ ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ 1 പോയിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ 10 പോയിസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കാം. എത്ര ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് നോക്കാം.
10 പോയിസ് 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. 10 പോയിസ് ഈസ് ഇക്വൽ ടു 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതിൽ തന്നെ നമ്മൾ ഡൈനാമിക് കഴിഞ്ഞു. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി പറയാനുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ന്യൂ ആണ്. ന്യൂ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഇൻറ്റു സ്പെസിഫിക് ഡെൻസിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡും CGS എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡും ആണ്. ഇനി ഇതിൽ തന്നെ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 സ്റ്റോക്സ് ആണ്. 1 സ്റ്റോക്സ്. 10⁴ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റും സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് CGS യൂണിറ്റാണ്. ഇനി 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 സ്റ്റോക്സ്, 10⁴ സ്റ്റോക്സ് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റിന് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം.